ഹലോ നമസ്കാരം, ഞാൻ രമേഷ് പി നായർ. ഒരു വീട് വാങ്ങുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, ഒരു സ്വപ്നമാണ്. അത് എല്ലാവർക്കും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ അങ്കമാലി മൂക്കന്നൂരിലുള്ള അതിമനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു 7 സെൻറ്റ് സ്ഥലത്ത് 2750 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ അതിമനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടാണ്. ഈ വീടിൻ്റെ 99% വർക്കുകളും പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. കുറച്ച് അല്ലറ ചില്ലറ വർക്കുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 88 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഈ വീടിൻ്റെ പൂർണ്ണമായ വീഡിയോയിലേക്ക് പോകാം. ഈ വീടിന് നല്ല പെയിൻറ്റിങ് വർക്കുകളും അതുപോലെ തന്നെ ഇതിൻ്റെ എലിവേഷനും എല്ലാം വളരെ ഒരു കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല അട്രാക്ഷനുള്ള ഒരു ഫ്രണ്ട് എലിവേഷനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ വീടിന് നല്ലൊരു കോമ്പൗണ്ട് വാളും മുൻഭാഗത്തായി ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. മുറ്റം നിറയെ ടൈലുകൾ വിരിച്ച് അതിമനോഹരമാക്കിയിട്ടുള്ളതും മുറ്റത്ത് 2-3 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതും, വീടിൻ്റെ മുറ്റത്ത് നല്ലൊരു കിണറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊരു കാലാവസ്ഥയിലും പറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറാണ് നമുക്കിവിടെ കിട്ടുന്നത്. വീടിൻ്റെ ഇരുവശങ്ങളിലും ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനും പച്ചക്കറി തോട്ടങ്ങൾക്കും വളരെ അനുയോജ്യമായ കുറച്ച് ഏരിയ അവിടെ തനിയെ വിട്ടിട്ടുണ്ട്. വീടിൻ്റെ മുൻഭാഗം ഗ്രാനൈറ്റ് വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ള ഒരു വലിയ സിറ്റ് ഔട്ടാണ് മുൻഭാഗത്തായി കിട്ടുന്നത്. ഈ വീടിൻ്റെ എല്ലാ വുഡ് വർക്കുകളും തേക്കിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. മുൻഭാഗത്തായി 2 പാളികളിലായി പണി കഴിപ്പിച്ചിട്ടുള്ള നല്ല മനോഹരമായ കൊത്തുപണികളെല്ലാം ചെയ്ത് സുന്ദരമായിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് നമുക്കിവിടെ കിട്ടുന്നത്. വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ ഇവിടെയായി ഒരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ലിവിങ് ഏരിയയുടെ ഇരുഭാഗങ്ങളിലുമായി ഇരുന്ന് TV കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു TV യൂണിറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു മനോഹരമായ ഒരു പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട്. മുകളിൽ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് LED ലൈറ്റുകളെല്ലാം കൊടുത്ത് അതിമനോഹരമാക്കിയിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് ഇവിടെ കിട്ടുന്നത്. ഈ ഭാഗത്തായി വർക്കുകൾ പുരോഗമിക്കുന്നതിനാൽ കുറേ സാധനങ്ങൾ ഇവിടുന്ന് നമുക്കെടുത്ത് മാറ്റാനുണ്ട്. വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഡൈനിങ് ഏരിയ. വളരെ വിശാലമായ ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്ത് ഒരു ഷോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു ഷോക്കേഴ്സാണ്. ഇവിടെയാണെങ്കിൽ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഇരുന്ന് TV കാണാവുന്ന രീതിയിലാണ് ഇതിൻ്റെ TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് വാഷ് ഏരിയയുടെ സ്ഥാനം. വാഷ് ഏരിയയുടെ ഭാഗത്ത് ഒരു മിറർ കൊടുത്ത് അതിമനോഹരമാക്കി വെച്ചിട്ടുണ്ട്. വാഷ് ഏരിയയുടെ താഴെയായി സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി ഒരു ഓപ്പൺ കിച്ചൻ്റെ സ്ഥാനം ഇവിടെയാണ്. വളരെ മനോഹരമായ ഒരു ഓപ്പൺ കിച്ചനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്ത് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു കിച്ചനാണ് നമുക്കിവിടെ കിട്ടുന്നത്. കിച്ചണിൽ നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. താഴെയും മുകളിലുമായി കിച്ചൺ ടോപ്പായി കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റാണ്. വളരെ വലിപ്പമുള്ള ഒരു കിച്ചൺ ടോപ്പാണ് ഇവിടെ കിട്ടുന്നത്. ഇതിനടിയിൽ എല്ലാം
LED ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് സിങ്കിൻ്റെ സ്ഥാനം. ഇവിടെയാണ് ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. വളരെ വലിപ്പമുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 3 പാളികളിലുള്ള വാർഡ്രോബുകളാണ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായ ഒരുപാട് സ്പേസ് ഇതിനകത്തുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. വളരെ വലുപ്പമുള്ള വളരെ മനോഹരമായ ഒരു വാർഡ്രോബ് കൊടുത്ത് അതിനിടയിൽ LED ലൈറ്റുകളെല്ലാം കൊടുത്ത് നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്ത് വളരെ മനോഹരമായ ഒരു വാർഡ്രോബാണ് ഈ റൂമിൽ കൊടുത്തിട്ടുള്ളത്. ഈ റൂമിൻ്റെ ഈ ഭാഗത്തായി ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. സ്റ്റെയർകേസിൻ്റെ ഹാൻഡ് റെയിലുകൾ കൊടുക്കുവാനുള്ളതാണ്. ഇതിനിടയിൽ ഒരു ഇൻവെർട്ടർ പോയിന്റ് അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. മുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇവിടെയായി കാണുന്നത് ഒരു അപ്പർ ലിവിങ് ഏരിയയുടെ ഭാഗമാണ്. അപ്പർ ലിവിങ് ഏരിയയിൽ നിന്ന് ഇവിടെയായി ഒരു ബെഡ്റൂമിലേക്ക് കടക്കാം. വളരെ വിശാലമായ ഒരു ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെയും 3 പാളികളിലായി പണി കഴിപ്പിച്ചിട്ടുള്ള വാർഡ്രോബുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ കിട്ടുന്നു. ഇവിടെയാണ് മുകളിലത്തെ നിലയിലെ ബെഡ്റൂം. അതിവിശാലമായ ഒരു ബെഡ്റൂമാണ് ഇവിടെയും കിട്ടുന്നത്. താഴത്തെ നിലയിലെ അതുപോലെ തന്നെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെയെല്ലാം LED ലൈറ്റുകളെല്ലാം കൊടുത്ത് നിറയെ സ്റ്റോറേജ് ഏരിയ ഇതിനകത്തുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫ്രണ്ട് ബാൽക്കണി. വളരെ വിശാലമായ ഒരു ഫ്രണ്ട് ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ ഏരിയയിലെല്ലാം ഡ്രസ് വർക്ക് ചെയ്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ മുൻഭാഗത്തെ റോഡുകളും വീടിൻ്റെ മുറ്റവും മറ്റു പരിസര പ്രദേശങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെയായി നമുക്കൊരു ഓപ്പൺ ടെറസ് ഏരിയ ഇവിടെയാണ് കിട്ടുന്നത്. ഈ ഓപ്പൺ ടെറസ് ഏരിയ ഒരു യൂട്ടിലിറ്റി റൂമാക്കി മാറ്റിയിട്ടുണ്ട്. മുഴുവൻ ഡ്രസ് വർക്ക് ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു സ്പേഷ്യസ് ആയ ഒരു ഏരിയയാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെയും ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും സാധനങ്ങളെല്ലാം വയ്ക്കുന്നതിനും അത്യാവശ്യം മീറ്റിങ്ങുകളോ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫങ്ഷനുകളെല്ലാം വയ്ക്കുന്നതിനും ഒരു ടേബിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇലക്ട്രിക് പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനുള്ള ഒരു പോയിന്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇലക്ട്രിക് പോയിന്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലേക്ക് പോകുന്നതിനായി പ്രത്യേകം സ്റ്റെയർകേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിൻ്റെ വളരെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്കമാലി ടൗണിൽ നിന്ന് 6 കിലോമീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വളരെ ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ്. ഈ വീട്ടിലേക്കുള്ള ജലസ്രോതസ് നല്ല ഒരു വെൽ വാട്ടറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ശുദ്ധമായ വെള്ളമാണ് ആ കിണറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അങ്കമാലി ടൗണിൽ നിന്ന് 6 കിലോമീറ്ററാണ് ഈ നാട്ടിലുള്ളവർക്കും പ്രവാസികൾക്കും താമസത്തിനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് ഈ വീട്. ഈ വീടിൻ്റെ സൗകര്യങ്ങളെല്ലാം നിങ്ങൾ വന്നു കണ്ടാൽ തീർച്ചയായും ഇഷ്ടപ്പെടാതിരിക്കില്ല. അത്രയ്ക്കും നല്ല ഒരു വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്.
നിങ്ങൾ മുടക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ള അതിമനോഹരമായി ഈ വീടിൻ്റെ ഓരോ വർക്കുകളും വളരെ ശ്രദ്ധിച്ച് സസൂക്ഷ്മമാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ ആണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ മറ്റൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിലും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഇതുപോലെ വീഡിയോ ചെയ്ത് ചിത്രീകരിച്ച് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി സെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.